ആ തുടക്കത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എങ്ങോട്ടേക്കോ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോ എന്തിനാണ് ഈ യാത്ര എന്ന് വളരെ ലളിതമായിട്ട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, in simple terms, a journey of becoming better. ഇതാണെങ്കിലും പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ജേർണി, ഇറ്റ് ഇസ് ഓൾസോ എ ജേർണി ഓഫ് ഗ്രോയിങ്, പ്രോഗ്രസിങ് ആൻഡ് ഫ്ലറിഷിങ്. 3 വാക്കുകളാണ്: ഗ്രോയിങ്, പ്രോഗ്രസിങ് ആൻഡ് ഫ്ലറിഷിങ്. നമ്മുടെ പേഴ്സണൽ ലൈഫിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, വ്യക്തി ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഗ്രോ ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്, അല്പാൽപ്പം എല്ലാ ദിവസങ്ങളിലും. എന്താണ് ഗ്രോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഹവ് ഏൺഡ് എ മീൻസ് ഓഫ് ലൈഫ് ആൻഡ് ആർ ഏബിൾ ടു പേ ദ ബിൽസ്, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബേസിക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഗ്രോത്ത് ആയി. പ്രോഗ്രസിങ് എന്നാകണം എന്നുണ്ടെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ ചേരുമ്പോൾ, അതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിനെ ഗ്രോയിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഗ്രോത്ത് സ്റ്റേജിലാണ് നമ്മൾ ഓരോ ആൾക്കാരും നമ്മുടെ ഉൾവിളികളെ തിരിച്ചറിയുന്നത്. ഉൾവിളികൾ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ അവർ ഇനേറ്റ് ക്വാളിറ്റീസ്, നമുക്കുള്ള ബ്ലെസ്സിങ്, ടാലൻസ്, സ്കിൽസ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇന്നർ കോളിങ്ങിനനുസരിച്ച് ധാർമ്മികമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ വെറും ഗ്രോത്ത് അല്ല, പ്രോഗ്രസും കൂടെ ചെയ്യുകയാണെന്ന് സാരം. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്ലറിഷിങ്. വെൻ വി ആർ ഗ്രോയിങ് ആൻഡ് പ്രോഗ്രസിങ്, ഫ്ലറിഷിങ്ങിലേക്ക് പോകുന്ന എപ്പോഴാണ്? ഫ്ലറിഷിങ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ we have to become aware about all impermanencies in our life. സ്ഥായിയായിട്ടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുക, ഗ്രോയിങ് ബിയോണ്ട് ദ മൈൻഡ്, ഇൻക്ലൂസീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻസ് കൂടുതൽ വരിക. ഇങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലറിഷിങ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള സെഷൻസ് കഴിയുമ്പോൾ, ചില സെഷൻസ് വിൽ ഹെൽപ്പ് us ഗ്രോ, ചില സെഷൻസ് വിൽ ഹെൽപ്പ് us പ്രോഗ്രസിങ്, ആൻഡ് സം സെഷൻസ് വിൽ ഹെൽപ്പ് us ഫ്ലറിഷിങ്. അപ്പൊ ഇങ്ങനെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളർച്ചയിൽ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും. ചില സെഷൻസ് നിന്ന് നമുക്ക് സം ഇൻഫർമേഷൻ, വിവരശേഖരണം കിട്ടും. ചില സെഷന് വി ഗെറ്റ് സം ന്യൂ ഇൻസൈറ്റ്സ്, നോളജ്, തിരിച്ചറിവ്. ചില സെഷൻസ് എന്ന് പറയുന്നത് പ്യുവർ ലൈഫ് സ്കിൽസ്. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വളരെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്കില്ലിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഗുഡ് ന്യൂസ് is that any type of skills can be grown. 2 ദിവസം മുമ്പേ അനൂപ് ജോണിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, എങ്ങനെ സ്കിൽസ് വളർത്തിയെടുക്കാം എന്നുള്ളത്. അപ്പൊ ടുഡേ സെഷൻ ഇസ് ഓൾ അബൌട്ട് എ സ്കിൽ. അപ്പോൾ ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ദ സ്കിൽ ഓഫ് മേക്കിംഗ് മീനിങ്. നമ്മളെല്ലാവരും തന്നെ മീനിങ് മേക്കേഴ്സാണ്. അപ്പോ ഈ മീനിങ് മേക്കിംഗ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. ഇതൊരു വലിയ പാർട്ടിയുടെ സെറ്റിംഗ് ആണ്. അപ്പൊ ഈ ചിത്രം ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് പ്രത്യേകിച്ച് യാതൊരു മീനിങ്ങും ഇല്ല. ഇനി ഒരല്പം സാങ്കല്പിക ലോകത്തിലേക്ക് പോയിട്ട്, ഇത് നമ്മുടെ സ്വന്തം ഫാമിലിയിലുള്ള ഒരു മാരേജിന്റെ ഒരു സെറ്റപ്പാണ് എന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്കിതിലേക്കുള്ള നമ്മുടെ അപ്രോച്ച്, നമ്മുടെ വികാരം, നമ്മുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വിൽ ഡിഫർ. ഇനി ആ ഒരു സങ്കല്പത്തിന് പകരം ഇത് നമുക്ക് വളരെ സ്നേഹമുള്ള പ്രിയപ്പെട്ട ഒരു ശത്രുവിന്റെ കല്യാണമാണ് എന്നുള്ള രീതിയിൽ നോക്കിയാൽ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വികാരം വ്യത്യസ്തമാവും.
അതല്ല, ഇനി ഇതൊരു ധിരുഭായി അംബാനിയുടെ മാരേജ് ആണെന്ന് പറഞ്ഞാൽ we will become absolutely neutral, there is nothing to see. ഇത് ഒരു പോസിറ്റീവ് പിക്ചറാണ്. ഇതൊരു നെഗറ്റീവ് പിക്ചറാണ്, ഒരു ക്രിമേഷന്റെ പിക്ചറാണ്. അപ്പൊ ഈ പിക്ചർ പ്രത്യേകിച്ച് നമുക്ക് യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും ഉണ്ടാവില്ല അൺലെസ് വി ഗിവ് സം മീനിങ് ടു ഇറ്റ്. അത് തന്നെയാണ് ഈ പിക്ചറിലും. ഒരു വാർ സീൻ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സീൻ. അപ്പൊ ഇത് ഉക്രൈൻ റഷ്യ എന്നുള്ള ഏതോ ഒരു സ്ഥലത്താണ് നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നാനുള്ള സാധ്യതയില്ല. അതല്ല, ഇത് നമ്മുടെ അടുത്ത് ഇന്ത്യയുടെ ഉള്ളിൽ ടെററിസ്റ്റ് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ആണ് എന്ന് നമ്മൾ അതിനൊരു മീനിങ്, ഒരു അർത്ഥം കൊടുത്തു കഴിയുമ്പം ദ ഹോൾ അപ്രോച്ച് ടുവേർഡ്സ് വിൽ ചേഞ്ച്. ഇതെങ്ങനെയാണ് എന്നുള്ളത് ഒന്നും കൂടെ നോക്കാം. അതായത് പുറമെ നടക്കുന്ന സംഭവങ്ങൾ, എക്സ്റ്റേണൽ ഈവൻസ് ആർ ജനറലി ന്യൂട്രൽ അൺലെസ് വി ഗിവ് എ മീനിങ്. നമ്മളൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് വരെ അതിന് പ്രത്യേകിച്ചൊരു വികാരത്തിനുള്ള ഒരു സ്കോപ്പ് അവിടെ ഇല്ല. And once we give a meaning, then the reaction is driven by the meaning. നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനത്തിനനുസരിച്ച് നമ്മുടെ മാനസികാവസ്ഥ മാറും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ഒരു മീനിങ് മേക്കറാണ്. The moment we give a meaning, അതിനനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് മാറും. ഇമോഷൻസ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഫീലിങ്സ് മാറും. ഇത് രണ്ടും കൂടെ ചേർന്നാൽ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യേണ്ടത് അതിനെ ബാധിക്കും. And then these together over a long time might become a part of our behavior. നമ്മുടെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇത് മാറും. അപ്പോൾ സീക്വൻസ് ഇങ്ങനെയാണ്. Event means something happens and then we assign a meaning. Emotions and feelings gets triggered from there and action will be based on what emotions we get there. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അതിനെ ഒന്ന് റീ-എഞ്ചിനീയർ ചെയ്തുകൂടാ? വിച്ച് മീൻസ് ചേഞ്ച് ദ മീനിങ് ആൻഡ് ചേഞ്ച് ദ ഫീലിംഗ്. അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം മാറ്റുക. ആ വ്യാഖ്യാനം മാറ്റിക്കഴിയുമ്പോൾ അതുമായിട്ടുണ്ടാകുന്ന വികാരങ്ങളും നമ്മുടെ ഭാവവും അനുഭവങ്ങളും മാറ്റിയെടുത്തുകൂടാ. അർത്ഥം മാറ്റുന്നത് വഴി അവബോധവും മാറ്റുക. ഈ ഒരു ഉദ്ധരണി ശ്രദ്ധിക്കുക. ഇത് വില്യം ജെയിംസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ വില്യം ജെയിംസ് ആണ്. ഇദ്ദേഹത്തിന് പോസിറ്റീവ് സൈക്കോളജിയുടെ ഏർലി സ്ഥാപകന്മാരിൽ ഒരാളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചു നോക്കൂ. ദ ഗ്രേറ്റസ്റ്റ് വെപ്പൺ അഗെയിൻസ്റ്റ് സ്ട്രെസ് ഈസ് അവർ എബിലിറ്റി ടു ചൂസ് വൺ തോട്ട് ഓവർ അനദർ. മാനസിക സമ്മർദ്ദത്തിനെതിരായ ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് ഒരു ചിന്തയ്ക്ക് പകരം വേറൊരു ചിന്തയെ തിരഞ്ഞെടുക്കാനാകും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ പേര് റീഫ്രെയിമിംഗ് എന്നാണ്. NLPയിൽ ഇതിനെ റീഫ്രെയിമിംഗ് എന്ന് വിളിക്കും. അപ്പൊ ഇതൊരു NLP ടൂൾ അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ തന്നെയും ഇത് നമ്മൾ പലപ്പോഴും അറിയാതെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സിംപ്ലിസിറ്റി. അപ്പോൾ ആ സീക്വൻസ് നോക്കുക. ഇതെങ്ങനെയാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരു എസെൻസ് ക്വിക്കായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ദ റെസിപ്പി ഈസ് ലൈക്ക് ദിസ്. ആദ്യം വേണ്ടത് ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, അവബോധം വരിക. ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ഇറ്റ്. അതായത്
നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. അതായത് സാധാരണഗതിയിൽ ഒരു നെഗറ്റീവ് മീനിങ് കൊടുക്കാനാണ് നമ്മുടെ മനസ്സിന്റെ ഒരു ബയാസ്. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് വ്യാഖ്യാനം കൊടുക്കുന്ന സമയത്ത് തിരിച്ചറിഞ്ഞുകൊള്ളുക, രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൗ ഇന്റൻഷനലി കോൺഷ്യസ്ലി ചേഞ്ച് ദ മീനിങ്. ബോധപൂർവം ബുദ്ധിപൂർവം അതിനൊരു പുതിയ അർത്ഥം കൊടുക്കുക, ഒരു വ്യാഖ്യാനം കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും? വി ചേഞ്ച് അവർ ഫീലിങ്സ്, we change our emotions, and then the whole state of mind will change. ആ ഒരു അവസ്ഥയിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസ് പോസിറ്റീവ്. ആ എംപവറിംഗ് ആയിട്ടുള്ളത്, ശാക്തീകരിക്കപ്പെടുന്ന ഒരു വ്യാഖ്യാനം കൊടുത്തു കഴിയുമ്പോൾ മനസ്സിന്റെ അവസ്ഥ തന്നെ പോസിറ്റീവായിട്ട് മാറും. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ we automatically come into responsible activity. We become responsible. അപ്പോ ഇതിന്റെ ഒരു റീക്യാപ്പ് സമ്മറി ഇങ്ങനെയാണ്. വളരെ വളരെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ബിക്കമിങ് aware. ഇങ്ങനെ ഒരു പ്രതിഭാസം നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൂടാ. രണ്ട്, റീഫ്രെയിം ഇറ്റ് കോൺഷ്യസ്ലി ഇന്റലിജന്റ്ലി. ആ ഒരു വ്യാഖ്യാനം മാറ്റി എംപവറിംഗ്, റീപ്ലേസ് ഇറ്റ് വിത്ത് എൻ എംപവറിംഗ് മീനിങ്, ശാക്തീകരിക്കപ്പെടുന്ന ഒരു വ്യാഖ്യാനം കൊടുക്കുക. മൂന്ന്, വിഷ്വലൈസ് ദ പോസിറ്റീവ്. ആ വ്യാഖ്യാനം കൊടുത്തു കഴിയുമ്പം വി വിൽ ഗോ ഇൻ ടു ദ പോസിറ്റീവ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്പീഡ് ഫൈൻ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു സ്പീഡ് ഫൈൻ, ക്യാമറ ഫൈൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ആലോചിക്കുന്ന, ഇത്രയും കെയർലെസ് ആയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തല്ലോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ദെൻ വി വിൽ ഗോ ഇൻ ടു സച്ച് കൈൻഡ് ഓഫ് ലൂപ്പ്. അപ്പൊ ഇതിന്റെ ഒരു റീപ്ലേസ്മെന്റിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്, തിങ്ക് ലൈക്ക് ദിസ്. ഒരു റെഡ് ലൈറ്റ് ജമ്പ് ചെയ്തതിനാണ് സിഗ്നൽ കിട്ടിയെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ വെരി ഗുഡ് വാർണിംഗ്. ജീവൻ അപകടപ്പെടുത്തുന്നതിൽ നിന്ന് എൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ സഹായിച്ച ഒരു സംഭവമല്ലേ ഇത് എന്നുള്ള രീതിയിൽ കാണുക. ഇത് ഒരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ. ദെൻ ഓട്ടോമാറ്റിക്കലി റെസ്പോൺസിബിൾ ആക്ഷൻ വിൽ കം. ഏറ്റവും ഉചിതമായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ അതിനകത്തുനിന്ന് ഓട്ടോമാറ്റിക്കലി വരും എന്നുള്ളതാണ്. അപ്പൊ ഈ സ്കില്ല് എന്താണ് ഇതിന്റെ ഉപയോഗം? ഇതിന്റെ ഉപയോഗം നമുക്ക് മൈൻഡ് പ്ലസ്സിൽ സ്ഥിരമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ലെറ്റിംഗ് ഗോ, ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക, ഫൊർഗീവ്, ക്ഷമ കൊടുക്കുക, ക്ഷമിക്കുക. അല്ലെങ്കിൽ ഡീലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് പീപ്പിൾ, ഡീലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, ഡീലിംഗ് വിത്ത് ഫെയിലിയേഴ്സ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തതിന് മുന്നേ ആദ്യം വേണ്ടത് ഡു ആൻ ഇന്റലിജന്റ് റീഫ്രെയിമിംഗ് ആണ്. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് ഞാൻ ഒന്ന് രണ്ട് കഥകൾ പറയാം. ശരിക്കും കഥകളല്ല, ഇത് എല്ലാം നടന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇപ്പം പല ആൾക്കാർക്കും സ്ട്രെസ് വരുന്നത് എങ്ങനെയാണ്? ചെറിയ കാര്യങ്ങൾ മതി സ്ട്രെസ് വരാൻ. ഓഫീസിൽ ബോസ് ദേഷ്യത്തിൽ നോക്കി, അല്ലെങ്കിൽ അയൽക്കാരൻ കൊഞ്ഞനം കുത്തി, ഇതൊക്കെ മതി ചെറിയ പുതിയ ജനറേഷനുള്ള ആൾക്കാർക്ക് സ്ട്രെസ് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് വലിയ എക്സാമ്പിൾ ഒന്ന് രണ്ടെണ്ണം എടുത്താലോ. അതായത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ പീഡനം
നടന്ന ഒരു സമയമുണ്ടായിരുന്നു, സെക്കൻഡ് വേൾഡ് വാറിൽ, ഹോളോകാസ്റ്റ് പീരിയഡ്. ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് റൺ ചെയ്യുന്നു. എത്രയോ ദശലക്ഷം ആൾക്കാരെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ചു. മനുഷ്യരാശിയിൽ മനുഷ്യനോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയിട്ടില്ല. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വർഷങ്ങളോളം താമസിച്ച് വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ പുറത്തു വരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യം. അത്തരത്തിലുള്ള രണ്ടുപേരുടെ കഥ നോക്കാം. ഒരാളുടെ പേര് വിക്ടർ ഫ്രാങ്കിൾ. അപ്പൊ വിക്ടർ ഫ്രാങ്കിളിന്റെ ഹി വാസ് എ ഓസ്ട്രിയൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവരാദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന് മാനസികമായിട്ടും പീഡിപ്പിക്കണമല്ലോ. ഇദ്ദേഹത്തിന് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടുണ്ടാക്കിയ ഒരു മാനുസ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കയ്യെഴുത്ത് പ്രതി, ഒരു പുസ്തകത്തിന്റെ. അത് നശിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം അവർ ചെയ്തത്. എന്നിട്ട് ഈ മനുഷ്യൻ 10 അതിലധികമോ വർഷം അവിടെ തടവുകാരനായി, ഇത്രയും ക്രൂരമായ പീഡനം അനുഭവിച്ച് തടവുകാരനായി പുറത്തു വന്നപ്പോൾ വലിയ ഒരു പരിക്കൊന്നും ഇല്ലാതെ അദ്ദേഹം പുറത്തു വരികയും സാധാരണ ജീവിതം നടത്തുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ സീക്രട്ട് വളരെ സിമ്പിളാണ്. ആ ആദ്യ ദിവസം മുതൽ ഇദ്ദേഹത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആ നഷ്ടപ്പെട്ടു പോയ മാനുസ്ക്രിപ്റ്റ് എങ്ങനെ തിരിച്ചെഴുതിയെടുക്കാം എന്നുള്ളതിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത്. ആ ശ്രദ്ധ തിരിച്ചുവിടൽ ഒരു തരത്തിൽ ഒരു റീഫ്രെയിമിംഗ് ആയിരുന്നു. അപ്പോ ഈ ശരീരത്തിനും മനസ്സിനും അനുഭവിക്കുന്ന മറ്റുള്ള പീഡനങ്ങൾ അത് അറിഞ്ഞതേയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ആദ്യത്തെ കഥ. രണ്ടാമത്തെ കഥ എന്ന് പറയുന്ന ഒരു ബ്രൂണോ കെപ്ഫ്ലർ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഇതേപോലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിൽ 10 അതിലധികമോ വർഷം കടന്ന് പുറത്തു വന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, NLPയുടെ ഫൗണ്ടേഴ്സ് റിച്ചർഡ് ബാൻഡ്ലർ ആൻഡ് ജോൺ ഗ്രണ്ടർ ഇങ്ങനത്തെ ആൾക്കാരെ തിരക്കി നടന്നു. അതായത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും ക്രൂരമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു വന്ന ആൾക്കാരെ തിരക്കിപ്പോയി കണ്ടുപിടിച്ച കൂട്ടത്തിലാണ് ബ്രൂണോ കെഫ്ലറിനെ കണ്ടുപിടിച്ചത്. ബ്രൂണോ കെഫ്ലർ വാസ് ഓൺലി എ സോൾജിയർ, ബട്ട് ഹി വാസ് ഓൾസോ എ നാസി പ്രിസണർ. ഇദ്ദേഹത്തിന്റെ സീക്രട്ട് എന്തായിരുന്നു? ഇദ്ദേഹത്തിന്റെ സീക്രട്ട്, അദ്ദേഹം പറഞ്ഞത് സ്വപ്ന ലോകത്തിലേക്ക് പോയി. നമ്മൾ ദിവാസ്വപ്നം കാണുക എന്ന് പറയുമല്ലോ. ഇദ്ദേഹത്തിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പീഡനം ഒന്നും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വപ്നങ്ങളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വപ്നം എന്തായിരുന്നു അറിയാമോ? ഇദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഫീൽഡ് ഉണ്ടായിരുന്നു, ഒരു 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 ഭൂമി, അദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമി ഉണ്ടായിരുന്നു. ആ സ്വന്തം ഭൂമിയിൽ കൃഷി, മനസ്സിൽ സങ്കല്പം കൊണ്ട് കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ മനസ്സിന് അനുഭവപ്പെട്ട, ശരീരത്തിനും മനസ്സിനും അനുഭവപ്പെട്ട പീഡനങ്ങളൊന്നും തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. ഓരോ ദിവസവും അദ്ദേഹം സ്വപ്നം കാണും, ഞാൻ ഇന്ന് വിത്ത് പാകുന്നു, 3 ദിവസം കഴിയുമ്പോൾ അത് മുളയ്ക്കുന്നു, അത് മുളച്ച് 1 ഇഞ്ചോളം പൊക്കത്തിൽ വരുന്നു, അത് 1 അടിയാകുന്നു, 2 അടിയാകുന്നു, റൈപ്പ് ആൻഡ് ദെൻ ഹാർവെസ്റ്റ്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ ഒരു അടി പോലും, ഒരു ചെറിയ ഒരു സ്നാപ്ഷോട്ട് പോലും മിസ്സാവാതെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ആ ഒരു ടോർച്ചറിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഇദ്ദേഹത്തിന്റെ സ്റ്റോറി. അപ്പൊ ഇത് രണ്ടും യൂറോപ്പിലാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഒരു എക്സാമ്പിൾ എടുക്കാം. അമിതാഭ് ബച്ചൻ. അപ്പൊ അമിതാഭ് ബച്ചൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അതായത് വളരെ ചെറുതിലെ തന്നെ അഭിനയിക്കാൻ വളരെ താല്പര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പൊ ഡൂൺ സ്കൂൾ സ്റ്റുഡൻറ്റ് 11 വയസ്സുള്ള സമയത്ത് അവരൊരു ഡ്രാമയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹി പ്രിപ്പയർഡ് ഫോർ 1 full year. 1 വർഷം മുഴുവൻ ഈ ഡ്രാമ റിഹേഴ്സൽ നടത്തിയിട്ട് അത് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഇദ്ദേഹം ജോണ്ടിസ് ബാധിച്ച് കിടപ്പായിപ്പോയി. ആൻഡ് ഹി വാസ് നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. അത് ചെയ്യാനേ കഴിഞ്ഞില്ല. ദ ഹോൾ തിങ് ഈസ് ബിക്കം എ ഡിസാസ്റ്റർ. ഒരുപാട് ആള് ഡിസപ്പോയിന്റഡ് ആയി.
അപ്പോ നിരാശനായി. അപ്പോ ഹരിവംശ് റായ് ബച്ചൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ, ഇത് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും കേട്ടോ, 50 അതിൽ കൂടുതൽ, അദ്ദേഹത്തിന് ഇപ്പൊ 80 വയസ്സായി. ഒരു 65-70 വയസ്സ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. സോ ഹരിവംശ് റായ് ബച്ചൻ ഒരു കാരണവശാലും NLP പഠിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. അപ്പോ ആ മനുഷ്യൻ അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, അതായത് there is a divine plan. God knows what is good for you, what is bad for you, and God will never think ill for you. ദൈവം നിനക്ക് ഗുണപ്രദമല്ലാത്ത ഒരു കാര്യവും ചെയ്യാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഇൻ ദ ലാർജർ സ്കീം ഓഫ് തിങ്സ് ദിസ് ഷുഡ് ബി എ ബ്ലെസ്സിങ്. ഇത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം മാത്രമായിരിക്കും നീ എന്ന് കരുതി നോക്കൂ എന്ന് പറഞ്ഞ ആ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, അതേ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, പിൽക്കാലത്ത് അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസിസ് വന്ന സമയങ്ങളിലെല്ലാം ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു കോൺസെപ്റ്റ്, ദിസ് റീഫ്രെയിമിംഗ് ഹാസ് റിയലി ഹെൽപ്ഡ് ഹിം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പിൻകാല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇത് അദ്ദേഹത്തിനെ സഹായിച്ചു എന്നാണ് അമിതാഭ് ബച്ചൻ പറയുന്നത്. ഇനി അത് അമിതാഭ് ബച്ചൻ ആണെങ്കിൽ ഞാൻ എൻ്റെ ഒരു 1-2 എക്സാമ്പിളും കൂടെ പറയാം. ഞാൻ കുറെ അധികം നാള് ഇന്ത്യക്ക് പുറത്ത് ജീവിച്ച ആളാണ്. അപ്പോൾ അവിടുത്തെ ഒരു നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ഈ ഡ്രൈവിംഗ് ഡിസിപ്ലിൻ തീരെ ഇല്ലാത്തൊരു സ്ഥലമാണ് ഇന്ത്യ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, ഒരു 1.5 വർഷം മുമ്പ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചു ഒരു കാരണവശാലും എനിക്ക് ഇന്ത്യയിൽ കാർ ഓടിക്കാനുള്ള സാധ്യതയില്ല. തീർച്ചയായിട്ടും അതിനൊരു ഡ്രൈവറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇവിടെ വന്നു. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ഡ്രൈവിംഗ്, ഞാൻ ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഐ അപ്ലൈഡ് സം റീഫ്രെയിമിംഗ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഡ്രൈവിംഗ് ദുഷ്കരമാക്കുന്നത് ബാക്കിയുള്ള ഡ്രൈവേഴ്സാണ്. അപ്പോ ഞാൻ ആലോചിച്ചു, എങ്ങനെ എൻ്റെ മനസ്സ് ഒരല്പം ഒരു തരി പോലും ഡിസ്റ്റർബ്ഡ് ആകാതെ പീസ്ഫുൾ ആയിട്ട് എൻ്റെ മനസ്സ് എങ്ങനെ വെക്കാം. അപ്പോൾ ഐ ട്രൈഡ് അപ്ലൈയിങ് നല്ല റീഫ്രെയിമിംഗ് ടെക്നിക്. ഫോർ എക്സാമ്പിൾ, നമുക്ക് അറിയാമല്ലോ, ബാക്കിയുള്ള ഡ്രൈവേഴ്സാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്നത്. അത് ഓട്ടോക്കാരാകാം, മറ്റുള്ള ഡ്രൈവേഴ്സ് ആകാം. അപ്പൊ ഞാൻ വിചാരിക്കും, ഒന്നുകിൽ ഇപ്പൊ ആരെങ്കിലും ഒരു മര്യാദയില്ലാതെ, വിത്ത് ആബ്സല്യൂട്ട്ലി ഒരു കേർട്ടസിയും ഇല്ലാതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ വിചാരിക്കും, ഒരു പക്ഷേ എനിക്ക് ഉള്ള ഒരു വലിയ ഒരു അസറ്റ് എൻ്റെ അച്ഛനെ പോലെ ഒരു ഫാദർ ഇവനില്ലാതെ പോയി. അതിന് ഞാൻ ലെറ്റ് മീ ബി കമ്പാഷനേറ്റ് വിത്ത് ഹിം, ഹി വിൽ നെവർ ബി ഏബിൾ ടു ഗെറ്റ് ദാറ്റ്. ഒന്ന്, ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുക. 2, ഒരു പക്ഷേ എന്തെങ്കിലും ജീവൻ രക്ഷിക്കാനുള്ള ഒരു പോക്കാകാനും സാധ്യതയുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്കോ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ പോകുന്നതാകാനും സാധ്യതയുണ്ട്. And third reframing I do is that driving in Kochi, ഞാൻ കൊച്ചിയിലെ കാര്യം പറയുന്നത്, വ്യത്യസ്തമാകാൻ സാധ്യതയില്ല. ഡ്രൈവിംഗ് ഇൻ കൊച്ചി ഈസ് എ സെൻ ആർട്ട്. നമ്മുടെ മനസ്സിന്റെ ആ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു മെഡിറ്റേഷൻ പോലെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ കഴിവുകേടാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഇത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഒരു സ്കിൽ ഉപയോഗിക്കുന്നത് റീഫ്രെയിമിംഗ് ആണ്. NLP ടെക്നിക്ക് ഏറ്റവും അധികം ഞാൻ ഉപയോഗിക്കുക. സെയിം തിങ് ഈവൻ ഫോർ ലെറ്റിംഗ് ഗോ, ഈവൻ ഫോർ ഫീലിംഗ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കൃതജ്ഞത തോന്നണം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല. അതിന് പകരം എത്രയോ ദശലക്ഷം ആൾക്കാർ ഇന്നലെ രാത്രി ഉറങ്ങിയവര്
ഇന്ന് രാവിലെ എണീറ്റിട്ടില്ല എന്നുള്ളൊരു വാസ്തവം മനസ്സിലാക്കുമ്പോൾ വി വിൽ റിയലി ഫീൽ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ശരിയല്ലേ? അതുപോലെ കണ്ണു തുറന്ന് കാണാൻ കഴിയുന്നു. ഇവിടെയൊക്കെ റീഫ്രെയിമിംഗ് ഉപയോഗിക്കാം. റീഫ്രെയിമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ശാക്തീകരിക്കുന്ന ഒരർത്ഥം. അപ്പോൾ ഈ ഒരു പുതിയ സ്കില്ല്, കഴിവ് ഇന്ന് മുതൽ എല്ലാവരും അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ലെറ്റ് us write this concept into our mind.